പാദവാർഷിക പരീക്ഷ 3ാം ക്ലാസ് താരീഖ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചോദ്യത്തിൻ്റെ മോഡലും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ്. മുഴുവനായി കാണുക, നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് ഇതുവഴി നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ചോദ്യത്തിലേക്ക് വരുമ്പോൾ യോജിപ്പിക്കാം എന്നുള്ള ചോദ്യമാണ്. 7 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 7ത്തിൻ്റെയും ഉത്തരം മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്ത് ശരിയായത് എഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം വായിക്കാം. ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഭവനം ഏതാണ്? കഅബയാണ്. എല്ലാവർക്കും അറിയുന്ന ഉത്തരമാണ്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഏതാണ്? ഹാഷിം കുടുംബമാണ്. മൂന്നാമത്തത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയുടെ കുടുംബം ഏതാണ്? ജുർഹും ആണ്. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ഗോത്രം ഏതാണ്? ബനു സുഹ്റ ഗോത്രക്കാരിയാണ്. 5. ഖുറൈശിയിൽ നിന്ന് തെരഞ്ഞെടുത്തതായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 6. അലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ ആരാണ്? ലംറത്താണ്. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേരു നൽകിയത് അബ്ദുൽ മുത്തലിബാണ്. ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കണ്ടു കഴിഞ്ഞതിലൂടെ തന്നെ നമ്മളൊക്കെ അത് പഠിച്ചിട്ടുണ്ടാവും. എഴുതാൻ അറിയുമോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്തരം അറിഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് മാർക്ക് ലഭിക്കില്ല. എഴുത്തിൽ അക്ഷരപ്പിഴവ് വന്നു പോയാൽ മാർക്ക് കുറഞ്ഞു പോകും. അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. 2. 2 വീതം എഴുതാം എന്നുള്ള ചോദ്യമാണ്. അതിൽ 1 വന്നിട്ടുള്ളത് മക്കയുടെ മറ്റു 2 പേരുകളാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ പഠിച്ചതാണ്. ഉമ്മുൽ ഖുറ, ബക്ക എന്നീ 2 നാമങ്ങൾ ഓർത്തു വെക്കുക. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ. പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായി. സമാവ ചെരുവിൽ സമുദ്രതുല്യമായ ജലപ്രവാഹം ഉണ്ടായി. പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നികുണ്ഡം അണഞ്ഞുപോയി. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളാണ്. പഠിക്കുക. പ്രത്യേകിച്ച് എഴുതുന്നത് എങ്ങനെയെന്നുകൂടെ ശ്രദ്ധിക്കണേ. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാർ. അതിൽ നിന്ന് 2 വീതം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഖുസൈ, കിലാബ്, മുറത്തുൻ, കഅബുൻ ലുഐ എന്ന ബൈത്തിൻ്റെ ഒരു ചെറിയ ശകരം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബൈത്ത് എല്ലാവരും കാണാതെ പഠിച്ചു വെക്കുക. വളരെ ഉപകാരപ്രദമായിരിക്കും. പിതാമഹന്മാരെ കുറിച്ച് ചോദിച്ചാൽ അതിൽ നിന്ന് എടുത്ത് എഴുതാം. പൂരിപ്പിക്കാൻ ചോദിച്ചാലും എഴുതി കൊടുക്കാമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് ബൈത്ത് കൂടെ പഠിക്കുന്നത് നന്നായിരിക്കും. ഇനി 3 വായിക്കുന്നതിന് മുമ്പ് മദ്രസാപരമായ ഇതുപോലത്തെ പരീക്ഷയുടെ വീഡിയോസ്, സ്കോളർഷിപ്പ് പരീക്ഷയുടെ വീഡിയോസ്, നബിദിന പരിപാടികൾ, പാട്ട്, പ്രസംഗം, കഥ പറയൽ, നബിദിന ക്വിസുകൾ, പെൺകുട്ടികൾക്കുള്ള മറ്റു പ്രോഗ്രാമുകളൊക്കെ നേരത്തെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഇത് കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക. അവസാനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി സൂചകമായി കമൻറ്റിലൂടെ എന്തെങ്കിലും ഒന്ന് താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ചോദ്യത്തിലേക്ക് വരാം. വ്യക്തമാക്കാം എന്നുള്ള ചോദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച വർഷം AD 571 മാസം ഏതാണ്? റബീഉൽ അവ്വൽ. അങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത്. ഇപ്പോൾ പൂരിപ്പിക്കാൻ പല ചോദ്യങ്ങളും വരുന്നുണ്ട്. ഇതിലൂടെ നമ്മൾ എന്തു മനസ്സിലാക്കണം? പാഠഭാഗവുമായി നല്ല ബന്ധമുള്ള ആളുകൾക്കാണ് വേഗം ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കഴുകി വൃത്തിയാക്കിയത് ആര്? പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്, മനുഷ്യരൂപത്തിലെത്തിയ മലക്കുകളാണ് നബിയുടെ ഹൃദയം കഴുകി വൃത്തിയാക്കിയത്. 3. ചോദ്യം, ആമിന ബീവിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുത്തത് ആരാണ്? സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന സഹോദരിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. 4.
ആമിന ബീവിക്ക് രോഗം ബാധിച്ച സ്ഥലം ഏതാണ്? അബവാ ആണ്. അബവാ എഴുതുന്നത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ നാലാമത്തത് ഉത്തരം എഴുതാം എന്നുള്ള ചോദ്യമാണ്. മാഉ സംസം ഉറവെടുത്തത് എവിടെ നിന്ന്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന്. ഇസ്മായിൽ നബി കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണ് മാഉ സംസം ഉറവെടുത്തത്. ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തത് കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ എന്തു ചെയ്തു? പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ ആരാണ്? അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ശ്രദ്ധിക്കുക. മൂന്നാമത്തത് സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏതു പരമ്പരയിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബുക്കിൽ എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശപരമ്പരയിൽ സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല. നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീന്തൽ പഠിച്ചു എവിടെ നിന്ന്? മദീനയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീന്തൽ പഠിച്ചത്. അഞ്ചാമത്തത് ഹലീമ റളിയല്ലാഹു അൻഹയ്ക്ക് ബറക്കത്തുകൾ ഉണ്ടായി എപ്പോൾ? നബി തങ്ങൾ പോറ്റുമ്മയായ ഹലീമ ബീവിയുടെ വീട്ടിൽ എത്തിയതു മുതൽ എന്നാണല്ലോ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. ഇതിലെ ചോദ്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഇനി അഞ്ചാമത്തത് പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യമാണ്. ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ. 2. സൗദി അറേബ്യയിലെ പരിഭാവനമായ നഗരമാണ് മക്ക. മൂന്നാമത്തത് കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ 7 മാസം മുമ്പ് ഉപ്പ മരിച്ചുപോയിരുന്നു. നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സുള്ള കാലം ആമിന ബീവി പൊന്നുമോനെയും കൊണ്ട് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. അങ്ങനെയാണ് അത് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ ഒരു രൂപത്തിലായിരിക്കും താരീഖിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവുക. 6 പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി താരീഖിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാ ഭാഗങ്ങളും നല്ലോണം പഠിക്കുക, ചോദ്യോത്തരങ്ങൾ ശ്രദ്ധിക്കുക. പാഠഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിച്ച് വായിച്ച് പഠിക്കുക. എന്നാലേ പൂരിപ്പിക്കാനോ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനോ ഒക്കെ ചോദിച്ചാൽ നമുക്ക് വേഗം ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. പരീക്ഷ തുടങ്ങിയതു മുതൽ നമ്മുടെ ചാനലിൽ 3ാം ക്ലാസ്സിൻ്റെ വീഡിയോകൾ കണ്ട് ഉപയോഗപ്പെടുത്തിയ ഒരുപാട് കുട്ടികളുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നാളത്തെ പരീക്ഷയോടുകൂടെ പാദവാർഷിക പരീക്ഷ അവസാനിക്കുകയാണ്. തുടർന്നും നമുക്ക് മറ്റു പരീക്ഷകളിലൊക്കെ സംവദിക്കണം. നിങ്ങളുടെ നല്ല വിജയത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. എനിക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, കഴിഞ്ഞ പരീക്ഷയുടേതൊക്കെ ഉപകാരപ്പെട്ടെങ്കിൽ അതും കൂടെ കമൻറ്റിലൂടെ അറിയിക്കുക.